പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കൃപയുടെ സമയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും ജീവിത കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ജീവിതത്തിലൂടെയാണ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നത്. തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹം എപ്രകാരമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത് എന്നാണ് അവിടുന്ന് കാണിച്ചു തന്നത്. കർത്താവേ, പലപ്പോഴും അതുപോലും തിരിച്ചറിയാതെ അങ്ങേക്കെതിരായി പ്രവർത്തിച്ച അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പിരക്കുന്നു. ഈശോയെ, ഇന്നും ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ആ വലിയ സ്നേഹം തിരിച്ചറിയാതെ അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ കൃപയുടെ സമയത്ത് നാം ആയിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അടുത്ത രാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ നാം ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നാണ് യേശുനാഥൻ വെളിപ്പെടുത്തി തരിക. യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു, അതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. ഈ ഒരു അപേക്ഷ കേൾക്കുമ്പോൾ യേശു അവരെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. ദൈവത്തെ പിതാവേ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവ് വീണ്ടും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു ഉപമ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു പക്ഷേ ചോദിക്കുന്ന ഉടനെ അവൻ്റെ കരങ്ങളിലേക്ക് ലഭിച്ചില്ലെന്ന് വരാം, പക്ഷേ അവൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ നിർബന്ധ നിമിത്തം ദൈവം അവനിൽ പ്രവർത്തിക്കും എന്നാണ് ഈ ഒരു ഉപമയിലൂടെ കർത്താവ് പറയുവാൻ ആഗ്രഹിച്ചത്. ഈ ഉപമ വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. കാരണം തൻ്റെ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ തൻ്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു, അവന് കഴിക്കുവാൻ എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ടാണ് മറ്റൊരു സ്നേഹിതൻ്റെ അടുക്കൽ പോയി തനിക്ക് 3 അപ്പം വേണമെന്ന് ആ വ്യക്തി പറയുന്നത്. അതിന് ഒത്തിരിയേറെ ഒഴികഴിവ് പറയുന്നുണ്ട്. കാരണം തൻ്റെ കുഞ്ഞുങ്ങളും തൻ്റെ ഒപ്പം കിടക്കയിലാണ്, അവർ ഉറങ്ങുകയാണ്.
താൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് അവർക്കൊരു അസ്വസ്ഥതയായിരിക്കും. മാത്രമല്ല, കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണത്താലും തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ സ്നേഹിതം അറിയിക്കുമ്പോൾ വീണ്ടും നിർബന്ധ ബുദ്ധിയോടെ തനിക്ക് ഇതുകൊണ്ട് ആവശ്യമാണ്, കാരണം മറ്റൊരാളുടെ അടുക്കൽ പോകാൻ തനിക്ക് ഇനി സമയമില്ല എന്ന് അറിയിക്കുന്ന ഒരവസ്ഥ, തീർച്ചയായും ആ സ്നേഹിതനെ വീണ്ടും തൻ്റെ സ്നേഹിതനാണ് തന്നോട് ഇത് ആവശ്യപ്പെടുന്നത് എന്ന ചിന്ത ഉണർത്തിക്കുകയും ഉറപ്പായും അവനെ സഹായിക്കുകയും ചെയ്യും. കഥാവ് അതാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയാതെ പോകുമ്പോൾ നമ്മളും ചെയ്യുന്നത് എന്താണ്? ആദ്യമെല്ലാം പ്രാർത്ഥിക്കും, പിന്നീട് നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കില്ല എന്ന ഒരു ചിന്ത നമ്മൾ പോലും അറിയാതെ ഉടലെടുക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ അടുക്കൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ അറിയിക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള ഒരു ഫാഷനാണ് എത്രയും വേഗം 2 വീലർ ഓടിക്കണം. അവർ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ തന്നെ 2 വീലറൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ നിയമമനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമാണ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു ഇരുചക്ര വാഹനം മേടിച്ചു കൊടുക്കുക എന്നത് പറയുന്നത് തെറ്റായ ഒരു പ്രവണതയാണ്. മാത്രമല്ല, ഒത്തിരിയേറെ അപകടമുണ്ടാക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എത്ര സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് മേടിച്ചു കൊടുക്കുവാൻ തയ്യാറാകില്ല. കാരണം അതിലൂടെ വരുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളതുപോലെ പ്രവർത്തിക്കുക. പക്ഷേ ചില വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് തൻ്റെ മാതാപിതാക്കൾ, അവർക്ക് പൈസയുടെ യാതൊരു കുറവുമില്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാത്തത്? എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇനി ഞാൻ ഇത് മാത്രമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ, മറ്റൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു തന്നുകൂടാ എന്ന് ചിന്തിച്ച് മാതാപിതാക്കളോട് വെറുപ്പ് കാണിക്കുന്ന മക്കളെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതൊരു കൃത്യമായ മറുപടിയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവിടെ കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് എന്താണെന്ന് പിതാവായ ദൈവത്തിനറിയാം. ആ ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നിനക്ക് ആവശ്യമായത് എന്താണെന്ന് അറിയുന്ന കർത്താവ് അതിനനുസരിച്ച് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. പലപ്പോഴും കർത്താവിൻ്റെ പ്രവർത്തനം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് തിരിച്ചറിയാതെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താണ്? നമുക്ക് നിരാശയാകും. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനവുമില്ല. എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. നീ ഒരു പ്രാർത്ഥനക്കാരിയല്ലേ, അല്ലെങ്കിൽ നീ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത്? അങ്ങനെ പല വിധത്തിലും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് നിരാശ തോന്നാം, നമ്മളും പതറിപ്പോകാം. കാരണം എന്നെ മനസ്സിലാക്കുന്നവരാരുമില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പറയുന്നത് ശരിയല്ലേ? ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കേൾക്കുമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലരും വിശുദ്ധ ബലിയിൽ പോലും പങ്കെടുക്കുന്നത് വേണ്ട എന്ന് വയ്ക്കുന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഒരിക്കലും നമ്മൾ ചോദിക്കുന്നത് കർത്താവ് നൽകിയാൽ മാത്രം ഉണ്ടാകേണ്ട ഒന്നല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കും എന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോലും ആവശ്യപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഈ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് കർത്താവ് അറിയിക്കുമ്പോൾ കർത്താവ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന സമയം തന്നെ എല്ലാം ലഭിക്കണമെന്നില്ല.
പത്രോസ് ശ്ലീഹ യേശുവിനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലമായി ലഭിക്കുക? ഉടനെ അവരുടെ ജീവിതത്തിൽ ആ ഒരു പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവിന് ഒരിക്കലും ഉത്തരം നൽകുവാൻ സാധിക്കില്ല. പക്ഷേ അവർ ഉപേക്ഷിച്ചതിൻ്റെ നൂറിരട്ടിയായിട്ട് അവർക്ക് തിരികെ ലഭിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഏത് നിമിഷമാണോ അത് ആവശ്യമായിട്ടുള്ളത് ആ നിമിഷം കർത്താവ് എല്ലാം നൽകുമെന്നുള്ളതാണ്. പത്രോസ് ശ്ലീഹായ്ക്ക് സഭയുടെ 1-ാം സ്ഥാനം നൽകുമ്പോൾ, സഭാതലവനായിട്ട് പത്രോസ് ശ്ലീഹായെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ പോലും പ്രതീക്ഷിച്ചുണ്ടാകില്ല തൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സൗഭാഗ്യം കർത്താവ് തരുമെന്ന്. തങ്ങളെല്ലാം ഉപേക്ഷിച്ച് കടന്നു വന്നപ്പോൾ അവനൊരിക്കലും ഈ ഒരു സ്ഥാനം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ സ്ഥാനത്തോടൊപ്പം കർത്താവ് നൽകുന്ന ഒരു കാര്യമായിരുന്നു സഹനം എന്നുള്ളത്. അവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഉടനീളം സഹനമായിരുന്നു. പലപ്പോഴും എന്തിനു വേണ്ടിയാണ് താൻ ഈ സ്ഥാനം സ്വീകരിച്ചത് എന്ന് പോലും ശപിച്ചു പോയ നിമിഷങ്ങൾ. റോമ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് ഓടി ഒളിക്കുവാനാണ് പത്രോസ് ശ്ലീഹ ശ്രമിച്ചത്. അപ്പോഴാണ് യേശുവിൻ്റെ രൂപം അവന് പ്രത്യക്ഷപ്പെടുക. വീണ്ടും കുരിശുമെടുത്ത് കുരിശിൽ മരിക്കുവാനായി തയ്യാറാകുന്ന യേശുവിൻ്റെ ആ ഒരു രൂപം അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ അവന് പെട്ടെന്ന് സുബോധമുണ്ടായി. തന്നെ എന്തിനു വേണ്ടിയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്ന പൂർണ്ണമായ ബോധ്യത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ വീണ്ടും തിരികെ പോയി വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാനും അവസാനം കുരിശിൽ തലകീഴായി മരിക്കുവാനുമുള്ള കൃപ പത്രോസ് ശ്ലീഹായ്ക്ക് ലഭിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതെല്ലാം ദൈവം നൽകുന്ന ദാനമാണ്. ദൈവത്തിൻ്റെ സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന പരാതികൾ എപ്പോഴും ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അങ്ങനെ പരാതി പറയുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഒരു പക്ഷേ 10-15 തവണ ഞാൻ പ്രാർത്ഥിച്ചാലും എനിക്ക് ഏത് നിമിഷമാണോ അത് അത്യാവശ്യമായിട്ടുള്ള ആ നിമിഷമായിരിക്കും കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുക. ആ നിമിഷം നമ്മൾ പോലും ചോദിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അത് നൽകി അനുഗ്രഹിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ഒരിക്കലും മടുപ്പ് കാണിക്കാതിരിക്കുക. നിന്റെ ജീവിതത്തിൽ നീ എന്തെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നൽകുവാൻ കർത്താവിന് സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകൾ ഒരുപക്ഷേ നമ്മളെ ശ്രമിക്കുന്നവർക്ക് തോന്നാം ഇതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അവൻ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും അവൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടന്നു കിട്ടില്ല എന്ന് അവർ പറയാം. പക്ഷേ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആണ് കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവ് ഈ വചനം വെറുതെ പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്ന വലിയൊരു വാഗ്ദാനം തന്നെയാണ്. നിനക്ക് ചോദിക്കാനുള്ളത് നീ പൂർണ്ണ മനസ്സോടെ ചോദിക്കുക, നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിനക്കൊരു സഹായം വേണ്ട ആവശ്യ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പോയി അവൻ്റെ വാതിൽ മുട്ടുക, അവൻ നമുക്ക് തുറന്നു തരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് അവിടെ കൂടെ നിൽക്കും. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവരോട് ആവർത്തിച്ച് പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രമാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമ്മാനം നൽകുവാൻ സാധിക്കും. അതൊരിക്കലും നിങ്ങളുടെ നാശത്തിന് വേണ്ടിയുള്ള ഒന്നല്ല. നല്ല ദാനങ്ങൾ മാത്രം നൽകുന്ന കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എന്താണ് ഞാൻ ചോദിക്കേണ്ടത്, എന്താണ് ഞാൻ അന്വേഷിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് കർത്താവിൻ്റെ സന്നിധി ഞാൻ നിരന്തരം മുട്ടേണ്ടത് എന്ന് അവൻ വെളിപ്പെടുത്തി തരും. ആ ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം.
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.